നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ കുടുംബത്തിലെ മറ്റുള്ളവർ അത് തിരുത്താതിരിക്കുമ്പോഴാണ് അവരും തെറ്റുകാരായി മാറുന്നതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമല്ലേ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആലോചിച്ചു നോക്കിയേ നിങ്ങള്. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഒരു തെറ്റ് ചെയ്യുമ്പോ തിരുത്താത്ത ഭർത്താവുണ്ടെങ്കിലേ, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോ തിരുത്താത്ത ഭാര്യയുണ്ടെങ്കിലേ, ആ കാരണം കൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് അല്ലാഹുവിന്റെ ശാപം ഇറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാര് ചെയ്താണെങ്കിലും ശരി. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തവർക്കല്ലേ ശിക്ഷ കിട്ടുന്നത്, നമുക്ക് എങ്ങനെയാ ശിക്ഷ കിട്ടുന്നത്? അതൊരു നമ്പർ 1 ചോദ്യമാണ്. പക്ഷെ മുത്തു റസൂലുള്ള പറയുന്നത്, ഒരാൾ തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റ് കുടുംബത്തിലെ ആളുകൾ തിരുത്തി കൊടുത്തിട്ടില്ല എങ്കിൽ അവര് മുഴുവനും തെറ്റുകാരാണ്. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാണ്. മാഷാ അല്ലാഹ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മക്കള്, സിനിമ കാണുന്ന മക്കള് വീട്ടിലുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കാം. സീരിയൽ കാണുന്ന സഹോദരിമാരെ ഇപ്പൊ ആരുമില്ല കേട്ടോ, ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ സീരിയലൊക്കെ എടുത്തു പോയി. ഇപ്പൊ അറിവിനിലാവിന്റെ ഫാമിലിയായി മാറിയില്ലേ. എല്ലാവരും വിളിക്കുമ്പോൾ ഉസ്താദേ ഞങ്ങൾ അറിവിനിലാവിന്റെ കുടുംബ. മാഷാ അല്ലാഹ്, അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. അള്ളാഹു അറിവിനിലാവിന്റെ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ഞാനിപ്പോ ഇന്ന് മടവൂരിന്ന് അവിടുന്ന് പ്രഭാഷണം കഴിഞ്ഞ് പോന്നപ്പോ ചില ആളുകൾ ചോദിച്ചു, ഉസ്താദേ പിന്നെ സമയം കുറെ ആവൂല ഇനി വീട്ടിലെത്തുമ്പോ, ലൈവ് ഇപ്പൊ നടക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് സാധാരണ ലൈവല്ല, മഹാനായ ശൈഖുനാ സി.എം. വലില്ലാഹി തങ്ങളെ ഹളറത്ത് നിന്നല്ലേ പോണത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇൻഷാ അല്ലാഹ് സമയത്ര വൈകിയാൽ അതിൽ കാത്തിരിക്കുന്നു പറഞ്ഞു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അഹങ്കാരം പറഞ്ഞല്ലോ, സംഗതി അങ്ങനെ തന്നെയല്ലേ. അള്ളാഹു മടവൂർപ്പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബത്തിന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ, റാഹത്ത് നൽകട്ടെ. ഇന്നും വന്നിരുന്നു അറിവിനിലാവിന്റെ ഒരു കുടുംബം മടവൂരിലേക്ക് സങ്കടം പറഞ്ഞുകൊണ്ട്. റബ്ബേ, ആ പ്രിയപ്പെട്ട ഉമ്മയും ആ പ്രിയപ്പെട്ട കുടുംബവും വന്നിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു, ഒരുപാട് കരഞ്ഞു അവര്. അള്ളാഹുവേ അവർക്ക് നീ സലാമത്ത് കൊടുക്കണം അല്ലാ. മടവൂർ ശൈഖുനാനെ കൊണ്ട് അവരുടെ മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, അങ്ങനെ അറിവിനിലാവിന്റെ എത്രയോ കുടുംബങ്ങളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ. പറഞ്ഞു വരുന്നത്, ഇപ്പോ അറിവിനിലാവ് തുടങ്ങിയത് മുതൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അറിവിനിലാവ് മാത്രമല്ല, ഒരുപാട് ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെയും തങ്ങന്മാരുടെയും ക്ലാസ്സുകൾ തുടങ്ങിയത് മുതൽ ഇപ്പൊ സീരിയലും സിനിമയൊക്കെ ഏകദേശം എടുത്തു പോയിട്ടുണ്ട്. എന്നാലും എവിടെയൊക്കെയോ ഇല്ലായ്മയില്ല.